ചാമ്പ്യൻസ് ട്രോഫി കിരീട പോരാട്ടം ഇന്ന്. കാൽ നൂറ്റാണ്ട് നീണ്ട കണക്ക് തീർക്കാൻ ഇന്ത്യ ഇറങ്ങും. ന്യൂസിലൻഡാണ് എതിരാളികൾ. ഉച്ചയ്ക്ക് 2:30-ക്കാണ് മത്സരം. ദുബായ് അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിലാണ് മത്സരം. സ്പിന്നർമാരുടെ പ്രകടനമാകും വിജയികളെ തീരുമാനിക്കുക. മത്സരാവേശത്തിലാണ് ക്രിക്കറ്റ് ആരാധകർ ഉള്ളത്. കൂടുതൽ വിവരങ്ങളുമായി ഇപ്പോൾ സ്പോർട്സ് ഡെസ്കിൽ നിന്നും ഗൗതം ആമ്രകുഞ്ചം ചേരുകയാണ്. ഗൗതം, ഇന്ത്യയുടെ പ്രതീക്ഷകൾ എന്തൊക്കെയാണ്? ഈ കളിയിൽ ഇന്ത്യയുടെ സാധ്യതകൾ എന്തൊക്കെ എന്നുള്ളതാണ് നമ്മളുടെ ഒരു വിലയിരുത്തൽ. ലക്ഷ്മി, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇന്നത്തെ ആവേശകരമായ മത്സരം നമുക്ക് ഒരു കാൽ നൂറ്റാണ്ട് നീണ്ടു നിൽക്കുന്ന നമ്മുടെ രാജ്യത്തിൻ്റെ ക്രിക്കറ്റ് ടീം കൊണ്ടു നടക്കുന്ന ഒരു കണക്ക് തീർക്കൽ കൂടിയായിരിക്കും എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 2000-ൽ ആണ് അവസാനമായി ഒരു ഏറ്റുമുട്ടൽ ഉണ്ടാകുന്നത്, ഇന്ത്യ ന്യൂസിലാൻഡ് മത്സരം ഉണ്ടാകുന്നത്. അതിനുശേഷം 2019-ൽ ഫൈനൽ കളിച്ചിരുന്നെങ്കിലും അന്നും നമുക്ക് പരാജയമാണ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ആ പരാജയത്തിൻ്റെ കഥ 25 വർഷം നീളുന്നുണ്ട്. അതിനൊരു അവസാനം ഇട്ടുകൊണ്ട് ഇത്തവണ 6ാം ICC കിരീടം ചൂടണമെന്നുള്ള ഏറ്റവും നിർണായകമായ ഉത്തരവാദിത്തമാണ് ഇന്ത്യൻ ടീമിനുള്ളത്. അതുകൊണ്ട് തന്നെ വലിയ ആവേശമാണ് ഈ മത്സരത്തിന് ഉള്ളത്. എന്തായാലും ഉച്ചയ്ക്ക് 2:30-ക്കാണ് മത്സരം ആരംഭിക്കുക. ദുബായ് അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിലാണ് മത്സരം നടക്കുന്നത്. നമുക്കറിയാം, ICCയുടെ ഈ ചാമ്പ്യൻസ് ട്രോഫി ടൂർണമെൻറ്റ് പരിശോധിച്ച് കഴിഞ്ഞാൽ അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ മത്സരങ്ങൾ നടന്നിട്ടുള്ള ദുബായ് അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിൽ സ്പിന്നിനെ തുണയ്ക്കുന്ന പിച്ചാണ് എല്ലാ കാലത്തും ഈ സീസണിൽ ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ സ്പിന്നർമാരുടെ പ്രകടനമായിരിക്കും ഏറ്റവും നിർണായകമാകുക. അങ്ങനെയാണെങ്കിൽ ഇരു ടീമുകളിലും കരുത്തുറ്റ സ്പിൻ ബോളർമാരുണ്ട്. അതുകൊണ്ട് തന്നെ ആ സ്പിൻ ബോളർമാരുടെ പോരാട്ടം അല്ലെങ്കിൽ അവരുടെ പ്രകടനം എങ്ങനെയായിരിക്കും എന്നതനുസരിച്ചായിരിക്കും വിജയികളെ തീരുമാനിക്കപ്പെടുക. എന്തായാലും ഇന്ന് മത്സരം നടക്കുമ്പോൾ ഇന്ത്യക്ക് പ്രതീക്ഷകളേറെയാണ്. കാരണം കോഹ്ലി ഉൾപ്പെടെയുള്ള മുതിർന്ന താരങ്ങൾ ഫോമിലേക്ക് എത്തിക്കഴിഞ്ഞിട്ടുണ്ട്, താളം കണ്ടെത്തുന്നുണ്ട്. ഒപ്പം തന്നെ യുവനിര ബാറ്റർമാർ കൃത്യമായ രീതിയിൽ അവരും പിച്ചിൽ സമയത്തിനടുത്ത് അല്ലെങ്കിൽ കളിയുടെ സാഹചര്യത്തിനകത്ത് ഉയരുകയും ഇന്നിങ്സുകൾ ബിൽഡ് ചെയ്യുകയും ചെയ്യുന്ന കാഴ്ച നമ്മൾ കഴിഞ്ഞ മത്സരങ്ങളിലൊക്കെ കണ്ടതാണ്. ഒപ്പം തന്നെ ബൗളിംഗ് സൈഡിൽ വരുൺ ഉൾപ്പെടെയുള്ള ആളുകൾ നയിക്കുന്ന വലിയ തരത്തിലുള്ള ഒരു സംഘം നമുക്കുണ്ട്. ആ സ്പിൻ സംഘം തന്നെയായിരിക്കും ഏറ്റവും നിർണായകമാവുക. ജഡേജ ഉൾപ്പെടെയുള്ള മുതിർന്ന അനുഭവ സമ്പത്തുള്ള താരങ്ങൾ ഈ വശത്തുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ പ്രതീക്ഷകളേറെയാണ്. ഒപ്പം തന്നെ സ്കോർ ചേസ് ചെയ്യാനും ഡിഫെൻഡ് ചെയ്യാനുമുള്ള കരുത്ത് ഈ ടൂർണമെൻറ്റ് ഉടനീളം ഇന്ത്യ കാണിച്ചിട്ടുണ്ട്. ഒപ്പം ന്യൂസിലൻഡിനെ ഗ്രൂപ്പ് ഘട്ടത്തിൽ മത്സരിക്കുമ്പോൾ ഗ്രൂപ്പിൽ ന്യൂസിലൻഡിനെ തോൽപ്പിച്ച് ചാമ്പ്യന്മാരായിട്ടാണ് ഇന്ത്യ സെമി ഫൈനലിലേക്കും നോക്കൗട്ടിലേക്കൊക്കെ എത്തുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ചാമ്പ്യൻസ് ട്രോഫി മത്സരത്തിൽ ഇന്ത്യക്ക് ന്യൂസിലൻഡിന്മേൽ വിജയം കൊയ്യാൻ കഴിയുമെന്നുള്ള ആത്മവിശ്വാസം കൂടുതലാണ്. എന്നാൽ ചരിത്രത്തിൽ പരിശോധിക്കുമ്പോൾ അല്ലെങ്കിൽ ക്രിക്കറ്റിൻ്റെ മറ്റ് മുൻപുണ്ടായുള്ള കളികൾ പരിശോധിക്കുകയാണെങ്കിൽ അതിനകത്ത് ചെറിയ പ്രശ്നങ്ങളുണ്ട്. ഇന്ത്യയും ന്യൂസിലൻഡും ഏറ്റുമുട്ടിയ 2000-ലും 2019-ലും നമുക്ക് തോൽവി വഴങ്ങേണ്ടി വന്നു ഫൈനലുകളിൽ. എങ്കിൽ പോലും ഇത്തവണ ഈ പ്രതീക്ഷകൾക്ക് വലിയ തരത്തിലുള്ള ആവേശം നൽകുന്ന പ്രകടനം ഈ ചാമ്പ്യൻസ് ട്രോഫിയുടെ ഈ സീസണിൽ ഇന്ത്യ കാഴ്ചവെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ന് ഫോം വീണ്ടെടുത്ത് നിൽക്കുന്ന കോഹ്ലിക്ക് കഴിഞ്ഞ ദിവസം ചെറിയ പരിക്ക് എന്നുള്ള വാർത്തയൊക്കെ വന്നിരുന്നു. അത് ഏതെങ്കിലും തരത്തിൽ ഗൗരവമുള്ളതാണോ? എന്തെങ്കിലും തരത്തിൽ ഇന്ത്യയെ ബാധിക്കുന്നതാണോ? ടീമിനെ ബാധിക്കുന്നതാണോ? ഇല്ല, അത് പരിശീലനത്തിനിടെ അദ്ദേഹത്തിന് സംഭവിച്ച ഒരു ചെറിയ തരത്തിലുള്ള ഒരു പരിക്കായിരുന്നു. അത് ഇന്നലെ തന്നെ ആ വാർത്തകൾ മാറ്റിക്കൊണ്ട് അതിൻ്റെ പരിക്ക് ഗുരുതരമല്ല എന്നും കോഹ്ലി കൃത്യമായി ഇന്ന് ബാറ്റിങ്ങിന് ഇറങ്ങുമെന്നും മികച്ച പ്രകടനം ഉണ്ടാകുമെന്നൊക്കെ തന്നെ ടീമിൻ്റെ ഔദ്യോഗിക വൃത്തങ്ങൾ ഇന്നലെ തന്നെ അത് വ്യക്തമാക്കിയതാണ്. മത്സരത്തിനിടെ ഉണ്ടായ ചെറിയ പേശിവലു പോലത്തെ